ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ രാവിലെ 8 മണിയോടെ ഷിരൂരിലെത്തും. നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ ഇടത്താണ് ആദ്യഘട്ട തിരച്ചിൽ നടത്തുക. നാവികസേനയും രാവിലെ പരിശോധന നടത്തും. അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. അർച്ചന, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ തിരച്ചിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? ഒരു തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ അതിന്റെ ഒരു സാധ്യതകൾ ഇന്ന് എത്രത്തോളമാണ്? എന്തൊക്കെയാണ് കാര്യങ്ങൾ? എങ്ങനെയാണ് തീരുമാനങ്ങൾ, പദ്ധതികൾ? ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷിരൂരായാലും കോഴിക്കോട്, അതായത് അർജുൻ്റെ കുടുംബമായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയുടെ വക്കിലായിരുന്നു. കാരണം കഴിഞ്ഞ 2 മാസമായി അർജുൻ മിസ്സിംഗ് ആയിരുന്നു. അർജുൻ എവിടെ പോയി എന്ന സംശയ മുനയിൽ തന്നെ ആയിരുന്നു കേരള ജനതകളടക്കം. ഇന്നിപ്പോൾ ഏകദേശം 8 മണിയോടുകൂടി ഈ ഒരു ഡ്രഡ്ജർ ഷിരൂരിൽ എത്തുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, അതായത് ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു ഗോവയിൽ നിന്നും ഡ്രഡ്ജർ യാത്ര തിരിച്ചത്. തുടർന്ന് കാർവാർ തീരം വഴി ഗംഗാവലി പുഴയുടെ 2 പാലങ്ങൾ കടന്ന് ഇന്ന് ഏകദേശം 8 മണിയോടുകൂടെ എത്താൻ സാധിക്കും, ഡ്രഡ്ജറിന് എത്താൻ സാധിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ AK അഭിലാഷും കൂടെ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഗംഗോത്രി പാലത്തിൻ്റെ അടിയിലൂടെ ഈ ഡ്രഡ്ജർ, കാർവാറിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജർ കടത്തിവിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അവിടെ ഈ പാലത്തിൻ്റെ ഉയരക്കുറവ് വലിയ പ്രശ്നമായി നിന്നപ്പോൾ അത് വേലി ഇറക്ക സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ ഡ്രഡ്ജർ കടത്തിവിട്ടത്. പക്ഷേ മുകളിലേക്ക് പോകണമെങ്കിൽ വെള്ളത്തിൻ്റെ നിരക്ക്, ഉയരം കൂടേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ വേലിയേറ്റ സാധ്യതകൾ കൂടി പരിഗണിച്ചായിരിക്കും കൊണ്ടുപോകുക എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ വേലിയേറ്റം വരുന്ന ആ സമയത്ത് വലിയ ഇരുട്ട് വീഴുകയും അതോടൊപ്പം തന്നെ അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇന്നലെ ആ ഡ്രഡ്ജറിൻ്റെ നീക്കം, അതോടെ മുകളിലോട്ട് ഷിരൂർ ദുരന്ത മേഖലയിലേക്ക് പോകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി തന്നെ ഇന്ന് ഡ്രഡ്ജർ അവിടെ നിന്ന് നീങ്ങും. 8 മണിയോടുകൂടി ഈ ദുരന്തമുഖത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഡ്രഡ്ജർ അവിടെ എത്തുന്നതോടുകൂടി തന്നെ അവിടെ ആ മേഖലയിൽ, കാരണം കോണ്ടാക്ട് പോയിന്റ് 4 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് നാവികസേന, ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലായിരിക്കും ആദ്യഘട്ടത്തിൽ തയ്യാറാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിൻ്റെ ഭാഗങ്ങളൊക്കെ അടിച്ചു മാറ്റിയാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. അതൊക്കെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഏതാണ്ട് 4-5 മണിക്കൂറെങ്കിലും അതിന് സമയം വേണ്ടി വരുമെന്നാണ് ഈ അഭിഷേനിയ ഷിപ്പിംഗ് കമ്പനി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 മണിക്ക് എത്തിയാൽ ഏതാണ്ട് 12 മണിയോട് കൂടി മാത്രമായിരിക്കും ഈ ഡ്രഡ്ജർ സംവിധാനം പ്രാവർത്തികമാകുക. അതിനുശേഷമായിരിക്കും തെരച്ചിലേക്ക് കിടക്കുക. പക്ഷേ നാവികസേന ഉച്ചയ്ക്ക് ശേഷം മാത്രമേ എത്തൂ എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും നാവികസേന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും നാവികസേന വന്ന് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ തെരച്ചിൽ, അതായത് ഈ ഷിരൂരിലെ 4ാം ഘട്ട ദൗത്യം ആരംഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവിടെ ഈ പുഴയുടെ അടിത്തട്ടിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മഴയോടൊപ്പം തന്നെ വലിയ തരത്തിൽ മണ്ണൊഴുകി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരങ്ങൾ ഒഴുകിയിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിൽ തന്നെ ഒരുപാട് മരങ്ങൾ അവിടെ ഈ അടിത്തട്ടിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ മരങ്ങളൊക്കെ നീക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്ന പ്രവൃത്തി. അതിനുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതായാലും ഈ 4ാം ഘട്ട ദൗത്യം ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ദിവസങ്ങളുണ്ട്, അതായത് 3 ദിവസമാണോ? ഈ ഷിപ്പിംഗ് കമ്പനി പറയുന്നത് ഏകദേശം ഒരു 10 ദിവസത്തോളം സമയം തരണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോഴും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന ഒരു 3 ദിവസത്തെ സമയപരിധി മാത്രമേ അവർക്ക് നൽകുന്നുള്ളൂ. ഇല്ല, ഇതിൽ അത്തരത്തിലൊരു ആശങ്ക ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യഘട്ടത്തിൽ 3 ദിവസം പോരെ എന്ന് ജില്ലാ ഭരണകൂടം ചോദിച്ചിരുന്നെങ്കിൽ പോലും ഷിപ്പിംഗ് കമ്പനി 7 ദിവസം മുതൽ 10 ദിവസം വരെ വേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ ഉള്ള ധാരണ പ്രകാരം 10 ദിവസം വരെ ഡ്രഡ്ജിങ് നടത്താം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അതിനുള്ള ഫണ്ടും ഇതുവരെ വകയിരുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 90 ലക്ഷം രൂപയാണ് ഇതിൽ വകയിരുത്തിയിരിക്കുന്നത്. അതിൽ 40 ലക്ഷം രൂപ ഇതിനകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടം നൽകാമെന്ന് ഉറപ്പും ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയില്ല. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് അവിടെ കൂടുതൽ മേഖലയിൽ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. 10 ദിവസം കഴിഞ്ഞാൽ പോലും 10 ദിവസം കൊണ്ട് പോലും എടുത്തു മാറ്റാൻ കഴിയാത്തത്ര മണ്ണ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ നാവികസേന കണ്ടെത്തിയിരിക്കുന്ന കോണ്ടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലായിരിക്കും നടക്കുക. അവിടെയാണ് ഈ അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്കും തെരച്ചിലിനും ശേഷം മാത്രമേ മറ്റ് മേഖലകളിലേക്ക് കടക്കൂ. അതായത് നദിയുടെ മറ്റ് ഭാഗങ്ങളിലുള്ള മണ്ണ് ഏതെങ്കിലും തരത്തിൽ നീക്കം ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഇനി പ്രതീക്ഷയുടെ നാളുകളാണ്. അർജുന്റെ കുടുംബമടക്കം ഇനി വരും ദിവസങ്ങളിൽ ഷിരൂരിൽ എത്തിയേക്കും എന്ന വാർത്തയും നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലോറി ഉടമ മനാഫ് അടക്കമുള്ള സംഘവും വരും ദിവസങ്ങളിൽ ഷിരൂരിൽ എത്തിയേക്കും. തുളസി. ശരി, അർച്ചന രവീന്ദ്രനും AK അഭിലാഷുമാണ് വിവരങ്ങൾ നൽകിയത്. ഷിരൂരിൽ ഏതായാലും ഡ്രഡ്ജർ എത്തിയിരിക്കുന്നു. തിരച്ചിൽ വൈകാതെ തന്നെ പുനരാരംഭിക്കും എന്നുള്ളൊരു വാർത്തയാണ്